ഹലോ, ഞാൻ റിജി. റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സെൻസിറ്റീവ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെക്ഷൻ CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറഞ്ഞത്. അപ്പോൾ സിന്തറ്റിക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് അത്യാവശ്യം നല്ല എക്സ്പ്ലനേഷനുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ എന്താ പറയുക, നമ്മുടെ ഹാൻഡ് ടച്ചായി വീഡിയോ ആയി പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഭാഗത്തൊന്നും പറയാൻ പറ്റിയില്ല. ലാസ്റ്റ് ഭാഗത്ത് പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും പറയാൻ പറ്റില്ല. ടാങ്ക്സ് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു അവസാനമില്ലാതെ അവസാനിപ്പിച്ചൊരു വീഡിയോ ആണ്. അപ്പം അത് എന്താ പറയുക, ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു വീഡിയോൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തുടക്കം അവസാനം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത് നമ്മുടെ ആ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കണതിൽ. അതൊക്കെ നിങ്ങൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ക്ലാസ് നമ്മൾ എടുത്തതൊക്കെ സൗണ്ട് ഉണ്ട്, അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണ് സൗണ്ട് ഇല്ലാത്തത്. വെച്ചാൽ മൈക്ക് ഓഫായി പോവുകയാണ് ചെയ്തത്. നമ്മൾ കൂടുതൽ സമയം ക്ലാസ് എടുത്ത് അതുപോലെ തന്നെ മൈക്ക് ചാർജ് ചെയ്യാൻ മറന്നും പോയി. അതാണ് പറ്റിപ്പോയ തെറ്റ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് പറഞ്ഞു പോകുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. പിന്നെ സിന്തറ്റിക് എലമെന്റ്സ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ് ചെയ്തത്. ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് വലിയൊരു എക്സ്പ്ലനേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ. അപ്പം സിന്തറ്റിക് എലമെന്റ്സ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത്. പിന്നെ ഒരു തെറ്റും കൂടി നമുക്ക് പറ്റിപ്പോയിരുന്നു. മൈക്ക് ഓഫായി പോയത് മെയിനായിട്ട് ആ ഒരു കാരണം കൊണ്ടായിരുന്നു. അതും കൂടി ഞാനിവിടെ പറയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കറക്റ്റായിട്ട് മൈക്കൊന്നും ചെക്ക് ചെയ്യാതെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോ എടുത്ത ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ എടുത്തിരുന്നു. കഴിഞ്ഞ വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ അത്യാവശ്യം മൈക്കിലെ ചാർജ് അത്യാവശ്യം എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മൈക്ക് ഓഫായി പോകാൻ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയത്. മെയിനായിട്ട് ഞാൻ എടുത്ത് പറയണമെന്ന് വെച്ചാൽ മനഃപൂർവ്വം മൈക്ക് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് വരും, അഭിപ്രായം വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം അത് മൊത്തത്തിൽ നമ്മളിങ്ങനെ പറയണമെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തു പോകുമ്പോൾ എന്താ പറയുക, മറന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും വരരുത്. കറക്റ്റായിട്ട് നമ്മൾ ഓർത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു അവസ്ഥയും കൂടി നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് പറയാം. കാരണം എന്തെങ്കിലും കാര്യം നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ എന്താ പറയുക, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന തന്നെ പറയേണ്ടി വരും. ജസ്റ്റ് ഞാനൊരു ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് വെച്ച് പറയണമെന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താ പറയുക, നമ്മൾ ക്ലാസ് തന്നെ എടുത്ത് പോയിട്ട് കാര്യമല്ലോ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്നല്ല നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അതിനും കൂടി വേണ്ടി നമ്മൾ പറയണതാണ്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോസ് എല്ലാം തുടർച്ചയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തുടർച്ച എന്നോണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സിന്തറ്റിക് എലമെന്റ്സ് പറയാം. സിന്തറ്റിക് എലമെന്റ്സ് are radioactive elements that were not discovered occurring in nature but have been artificially produced as isotopes.
Synthetic elements are radioactive elements that were not discovered occurring in nature but have been artificially produced as isotopes. Synthetic elements are radioactive elements that were not discovered occurring in nature but have been artificially produced as isotopes. They are technetium, atomic number 43, which was the first element to be synthesized. Prometheium, atomic number 61. Acetine, atomic number 85. Francium, atomic number 87. And the transuranium elements, atomic number 93, and burned in the periodic table. Synthetic elements are radioactive elements that were not discovered occurring in nature but have been artificially produced as isotopes. They are technetium, atomic number 43, which was the first element to be synthesized. Prometheium, atomic number 61. Acetine, atomic number 85. Francium, atomic number 87. And the transuranium elements, atomic number 93, and burned in the periodic table. Some of these elements have since been shown to exist in minute amounts in nature, usually as short-lived members of natural radioactive decay series. Usually as short-lived members of natural radioactive decay series. Some of these elements have since been shown to exist in minute amounts in nature, usually as short-lived members of natural radioactive decay series. The synthetic elements through atomic number 100 fermium are created by bombarding a heavy element such as uranium or plutonium with neutrons or alpha particles. The synthesis of the transfermium elements with atomic number 101 or greater is accomplished by the fusion of the nuclei of two lighter elements. The synthesis of the transfermium elements with atomic number 101 or greater is accomplished by the fusion of the nuclei of two lighter elements. Elements 101 through 106 were first produced by fusing the nuclei of slightly lighter elements such as californium with those of light elements such as carbon. Elements 107 through 112 were first produced by fusing the nuclei of medium weight elements such as bismuth or lead with those of other medium weight elements such as iron, nickel or zinc. Element 114 was first produced by fusing the nuclei of plutonium and calcium, and subsequently by fusing the nuclei of lead and krypton, as was element 116. Element 115 was produced by bombarding americium with calcium, and element 113 resulted from the radioactive decay element 115. The transfermium element 115 was produced by bombarding americium with calcium, and element 113 resulted from the radioactive decay of element 115. The transfermium elements are produced in very small quantities, one atom at a time, and their identification is therefore very difficult because of their half-lives ranging from minutes to milliseconds. It has been predicted that one isotope of element 114 containing 140 protons and 184 neutrons would be very stable because its nucleus would have a full complement of protons and neutrons. Termed as silence of stability, its half-life might be measured in years. However, none of the
three isotopes of element 114 synthesized are said to have as many as 184 neutrons and their half-lives are still in the range of milliseconds. Elements are produced in very small quantities, one atom at a time, and their identification is therefore very difficult because of their half-lives ranging from minutes to milliseconds. It has been predicted that one isotope of element 114 containing 140 protons and 184 neutrons would be very stable because its nucleus would have a full complement of protons and neutrons, termed as island of stability. Its half-life might be measured in years. However, none of the three isotopes of element 114 synthesized as yet to have as many as 184 neutrons, and their half-lives are still in the range of milliseconds. However, none of the three isotopes of element 140 synthesized as yet to have as many as 184 neutrons, and their half-lives are still in the range of milliseconds. However, none of the three isotopes of element 114 synthesized as yet to have as many as 184 neutrons, and their half-lives are still in the range of milliseconds. സിന്തറ്റിക് എലമെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാടങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡ്സും സെൻറ്റൻസൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 2.5 മിനറൽസ് ആൻഡ് ദെയർ യൂട്ടിലിറ്റി. ടേബിൾ 2.5 മിനറൽസ് ആൻഡ് ദെയർ യൂട്ടിലിറ്റി. നെയിം ഓഫ് ദ മിനറൽ കോമ്പോസിഷൻ, കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി. Name of the mineral composition, commercial utility. Name of the mineral composition, commercial utility. Name of the mineral composition, commercial utility. Albite, sodium, aluminate, silicate, glass, ceramics. Albite, sodium, aluminum, silicate, glass, ceramics. Anhydrite, calcium sulfate, cement, fertilizers, chemicals. Anhydrite, calcium sulfate, cement, fertilizers, chemicals. Anorthite, calcium, aluminum, silicate, glass, ceramics. Anorthite, calcium, aluminum, silicate, glass, ceramics. Apatite, calcium phosphate, chlorophosphate or chlorophosphate, aragonite, phosphate fertilizers, gemstones. Phosphate fertilizers, gemstones. Aragonite, calcium carbonate. Azurite, copper carbonate, source of aluminium. Bauxite, hydrated aluminum oxide. സോറി കേട്ടോ, നമ്മൾ പറഞ്ഞത് തെറ്റു വന്നു തോന്നുന്നു. നമ്മൾ ഒരിക്കൽ കൂടി പറയണം, ശരിയായില്ല പറഞ്ഞത്. ടേബിൾ 2.5 മിനറൽസ് ആൻഡ് ദെയർ യൂട്ടിലിറ്റി. ടേബിൾ 2.5 മിനറൽസ് ആൻഡ് ദെയർ യൂട്ടിലിറ്റി. നെയിം ഓഫ് ദ മിനറൽ കോമ്പോസിഷൻ, കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി. നെയിം ഓഫ് ദ മിനറൽ കോമ്പോസിഷൻ, കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി. ആൽബൈറ്റ്, സോഡിയം, അലുമിനിയം, സിലിക്കേറ്റ്, ഗ്ലാസ്, സെറാമിക്സ്. ആൽബൈറ്റ്, സോഡിയം, അലുമിനിയം, സിലിക്കേറ്റ്, ഗ്ലാസ്, സെറാമിക്സ്. ആൽബൈറ്റ്, സോഡിയം, അലുമിനിയം, സിലിക്കേറ്റ്, ഗ്ലാസ്, സെറാമിക്സ്. Anhydrite, calcium sulfate, cement, fertilizers, chemicals. Anorthite, calcium, aluminum, silicate, glass, ceramics. Apatite, calcium phosphate, chlorophosphate or chlorophosphate, aragonite, phosphate fertilizers, gemstones. Phosphate fertilizers, gemstones. Aragonite, calcium carbonate. Azurite, copper carbonate, source of copper. Bauxite, hydrated aluminum oxide, source of aluminium. Bauxite, hydrated aluminum oxide, source of aluminium. Calcite,
calcium carbonate, cement, plaster, paint, glass, fertilizers. Calcite, calcium carbonate, cement, plaster, paint, glass, fertilizers. Calamine, zinc carbonate, source of zinc. Cassiterite, tin oxide or tin stone. Source of tin. Cerussite, lead carbonate, source of lead. Chalcocite, copper sulfate, source of copper. Cinnabar, mercuric sulfate, source of mercury. Dolomite, calcium magnesium carbonate, cement and building stone, marble. Fluorite, calcium fluoride, glass enamel. Fluorite, calcium fluoride, glass enamel. Galena, lead sulfide, source of lead, main ore. Gypsum, hydrated calcium sulfate, plaster of Paris, glass, fertilizer. Halite, sodium chloride, source of common salt. Halite, sodium chloride, source of common salt. Hematite, ferric oxide, important source of iron. Kaolinite, hydrated aluminum silicate. Porcelain tiles, porcelain tiles, filters, earthenware. Kaolinite, hydrated aluminum silicate, porcelain tiles, filters, earthenware. Malachite, copper carbonate, source of copper. Mercocline, potassium aluminum silicate, glass ceramics. Pyrite, iron sulfate, source of sulfur. Cortex silica, abrasives, cement, glass, electronic equipment. Cortex silica, abrasives, cement, glass, electronic equipment. Rutile, titanium oxide, source of titanium. Talc, magnesium silicate, talcum powder, asbestos. Talc, magnesium silicate, talcum powder, asbestos. Topaz, hydrous aluminium, fluorosilicate, gemstones. 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 അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടേബിൾ 2.5 മിനറൽസ് ആൻഡ് ദർ യൂട്ടിലിറ്റി ആണ്. ഇതിൽ നെയിം ഓഫ് ദ മിനറൽ നമ്മൾ പറഞ്ഞപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഭാഗത്തിൽ പറ്റിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് അഡ്വാൻസ്ഡ് ആയിട്ട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഇത്തിരി എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ആണ്. നെയിം ഓഫ് ദ മിനറൽസ് എന്നുള്ളടത്ത് തെറ്റ് പറ്റി എന്നുള്ളത് നമുക്ക് ഉറപ്പായതുകൊണ്ടാണ് നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് അടുത്ത പുതിയ ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയുന്നത് നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് ആർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് വിച്ച് ഹാവ് എ ടെൻഡൻസി ടു ഗെയിൻ വൺ ഓർ മോർ ഇലക്ട്രോൺസ് ടു ഫോം നെഗറ്റീവ് അയൺസ് കോൾഡ് anions. Non-metals are electronegative elements which have a tendency to gain one or more electrons to form negative ions called anions. All non-metals generally exist as powders or gases, except bromine, which is a liquid under normal conditions. Non-metals are electronegative elements which have a tendency to give one or more electrons
To form negative ions called anions. All non-metals generally exist as powders or gases except bromine. It is a liquid under normal conditions. Non-metals are non-lustrous and are bad conductors of heat and electricity. They cannot be hammered into sheets or drawn into wires like metals. The melting points of non-metals are lower than those of metals. Alloys are homogeneous mixtures of two or more metals and non-metals and have more commercial utility than some of their constituent elements. The following table lists some of the commercially important alloys. Minerals. Minerals are naturally occurring chemical compounds of fixed composition and characteristics, physical form and properties. A few minerals consist of only one element. For example, graphite and diamond, both form of carbon and sulfur and gold. Minerals are naturally occurring chemical compounds of fixed composition and characteristics, physical form and properties. A few minerals consist of only one element. For example, graphite and diamond, both form of carbon and sulfur and gold. Most minerals, however, are a combination of two or more elements, as in halite or rock salt NaCl. The most common groups of minerals are silicates, oxides, sulfides, halides, and carbonates. Minerals are of two types, namely metallic are or and non-metallic. For example, carbon, sulfur, etc. See table. Most minerals, however, are a combination of two or more elements, as in halite or rock salt NaCl. The most common groups of minerals are silicates, oxides, sulfides, halides, and carbonates. Minerals are of two types, namely metallic or and non-metallic. For example, carbon, sulfur, etc. See table. Minerals are of two types, namely metallic or and non-metallic. For example, carbon, sulfur, etc. See table. അപ്പോൾ നോൺ മെറ്റൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ദ പീരിയോഡിക് ടേബിൾ. ദ പീരിയോഡിക് ടേബിൾ. Russian chemist Dmitry Mendeleev proposed the periodic table of elements in 1869, which grouped elements in rows and columns by shared chemical properties. Russian chemist Dmitry Mendeleev proposed the periodic table of elements in 1869, which grouped elements in rows and columns by shared chemical properties. Each element received an atomic number corresponding to its atomic weight. Russian chemist Dmitry Mendeleev proposed the periodic table of elements in 1869, which grouped elements in rows and columns by shared chemical properties. Each element received an atomic number corresponding to its atomic weight. Many elements were unknown in the middle of the 19th century when Mendeleev made the configuration. Subsequent discoveries have led to the completion of the table. The periodic table of the elements provides a great deal of information about various elements. Russian chemist Dmitry Mendeleev proposed the periodic table of elements in 1869, which grouped elements in rows and columns by shared chemical properties. Each element received an atomic number corresponding to its atomic weight. Many elements were unknown in the middle of the 19th century when Mendeleev made the configuration. Subsequent discoveries have led to the completion of the table. The periodic table of the elements provides a great deal of information about various elements. The periodic table നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് പറയാനുള്ളത് ജനറൽ പ്രോപ്പർട്ടീസ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ്. ജനറൽ പ്രോപ്പർട്ടീസ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ്. The periodic table is highly successful in demonstrating the fact that elements with the same outer electron configuration have similar properties. It must be pointed out, however, that no two elements are the same or show exactly the same chemical behavior. The periodic table is highly successful in demonstrating the fact that elements with the same outer electron configuration have similar properties. It must be pointed out, however, that no two elements are the same or show exactly the same chemical behavior. The periodic table is highly successful in demonstrating the fact that elements with the same outer electron configuration have similar properties. It must be pointed out, however, that no two elements are the same or show exactly the same chemical behavior, although they are arranged in groups with the same outer electron configuration, different atomic numbers, their bulk, chemical and physical properties, example melting point, boiling point, conductivity, etc., and atomic properties, example atomic radius, electronegativity, etc., vary on ascending or descending a particular group. Obviously, these properties also vary on transversing long periods going across the periodic table. The main group elements are also called the S and P block elements because only their outer S and P electrons are involved in bonding. They are subdivided into 9 groups as follows. The main group elements are also called the S and P block elements because only their outer S and P electrons are involved in bonding. They are subdivided into 9 groups as follows. The main group elements are also called the S and P block elements because only their outer S and P electrons are involved in bonding. They are subdivided into 9 groups as follows. Group 1 or alkali metals, Group 2 or alkane earths, Group 12 includes zinc, cadmium and mercury. Group 13 is the boron group. Group 14 the carbon group. Group 15 the nitrogen group. Group 16 the oxygen group. Group 17 the halides and group 18 the noble gases. Hydrogen is a group of its own because it does not have properties compatible with any other group. Elements can also be subdivided into 3 categories: metals, non-metals and metalloids, previously known as semiconductors, a classification originating from the extent of their ability to conduct electricity. Other physical and chemical properties comply with this classification, further distinguishing metals from non-metals or metalloids. Although the initial criterion for classification was their conductivity. Elements can also be subdivided into 3 categories: metals, non-metals and metalloids, previously known as semiconductors, a classification originating from the extent of their ability to conduct electricity. Other physical and chemical properties comply with this classification, further distinguishing metals from non-metals or metalloids, although the initial criterion for classification was their conductivity. Elements can also be subdivided into 3 categories. Elements can also be subdivided into 3 categories: metals, non-metals and metalloids, previously known as semiconductors, a classification originating from the extent of their ability to conduct electricity. Other physical and chemical properties comply with this classification, further distinguishing metals from non-metals or metalloids, although the initial criterion for classification was their conductivity. ജനറൽ പ്രോപ്പർട്ടീസ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൈഡ്രജൻ പറയാനുണ്ട്. നമുക്ക് ഹൈഡ്രജൻ ഇപ്പോൾ തുടങ്ങാം. അത് കൂടാണ്ട് നമുക്കിവിടെ
വേറെ ടോപ്പിക് കൂടി പറയാനുണ്ട് നമ്മുടെ സൈഡിൽ തന്നെ ഈ പേജിന്റെ ഓർഗനൈസേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രജൻ പറഞ്ഞതിന് ശേഷം ഓർഗനൈസേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ നമുക്ക് പറയാം. ഹൈഡ്രജൻ cannot be classified in any other group of elements in the periodic table because of its unique properties and therefore forms a group of its own. It is the simplest of elements consisting of a singly charged nucleus with one electron in the 1s orbital. However, it has three isotopes, 1H. Hydrogen cannot be classified in any other group of elements in the periodic table because of its unique properties and therefore forms a group of its own. It is the simplest of elements consisting of a singly charged nucleus with one electron in the 1s orbital. However, it has three isotopes, 1H. Hydrogen cannot be classified in any other group of elements in the periodic table because of its unique properties and therefore forms a group of its own. It is the simplest of elements consisting of a singly charged nucleus with one electron in the 1s orbital. However, it has three isotopes, 1H. Hydrogen cannot be classified in any other group of elements in the periodic table because of its unique properties and therefore forms a group of its own. It is the simplest of elements consisting of a singly charged nucleus with one electron in the 1s orbital. However, it has three isotopes, 1H or hydrogen, 2H or deuterium, D nucleus with one proton and one neutron, and 3H or tritium, T nucleus with one proton and two neutrons. The last two isotopes are found only in very low quantities in the natural environment, and tritium is radioactive. Some estimates suggest that hydrogen is the most abundant element in the universe. It is estimated to contain 92% hydrogen. It is certainly extremely important for life because it forms oxygen hydride, more commonly known as water. Although it forms hydrides with metals, they are not very stable in air, decomposing to give molecular hydrogen. For example, SnH4, Sn plus 2H2O. SnH4, Sn plus 2H2. The most important compounds are the ones in which hydrogen makes bonds covalently. Example, inorganic compounds of carbon, in ammonia and in water. Ionic compounds containing H plus ions and the strong acids such as H2H2SO4. The most important compounds are the ones in which hydrogen makes bond covalently. Example, inorganic compounds of carbon, in ammonia and in water. Ionic compounds containing H plus ions and the strong acids such as H2SO4. ഇനി നമുക്കൊരു ഫിഗർ ആണ് വേണ്ടത്. ഫിഗർ 2.4, ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഓഫ് ദ എലമെന്റ്സ്. ഫിഗർ 2.4, ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഓഫ് ദ എലമെന്റ്സ്. 1A, 2A, 3A, 4A, 5A, 6A, 7A, 8A. 1A, 2A, 3A, 4A, 5A, 6A, 7A, 8A. 1H, 2Li, B, 3Na, Mg, 3B, 4B, 5B, 6B, 7B, 8B. 4K, Ca, Sc, Ti, Cr, Mn, Fe, Co, Ni, Cu, Zn, Ga, Ge, As,
SCBRKR, 1B 2B, BCNOFNE. ഞാനത് ഒരിക്കൽ കൂടി വായിക്കണം, നമ്മൾ പറഞ്ഞത് കൂടി ശരിയായില്ല. Figure 2.4, the modern periodic table of the elements. Table 2.4, the modern periodic table of the elements. 1A 2A, 1H 2LiBe, 3NaMg, 4KCaSCTi, KCaSCTiV, CrMn, FeCO, Ni, CuZn, Ga, Geas, SCBRKR. He, 3A, 4A, 5A, 6A, 7A, 8A, HEBCNOFNE, ALSIPSCLAR, 3B, 4B, 5B, 6B, 7B, 8B, 1B, 2B, 5 RB, SRY, ZR, NB, MB, TC, RU, RH, PD, AG, CD, IN, SN, SB, TE, LXC, 6 CS, BA, LS, HF, TA, W, RE, OS, LR, PT, AU, HG, TI, BB, BI, PO, AT, RN, 7 FR, RA, AC, CE, PR, ND, PM, SM, EU, GD, TB, DY, HO, ER, TM, VB, LU, TH, PA, UNP, PU, AM, CM, BK, CT, ES, FM, MD, NO, LR. നമുക്കൊരിക്കൽ കൂടി പറയാം. ഫിഗർ 2.4, the modern periodic table of the elements. 1A 2A, 3A 4A, 5A, 6A, 7A, 8A, 1H LiBe, 1H 2LiBe, 3NaMg, 3B, 4B, 5B, 6B, 7B, 8B, 1B, 2B, 3NaMg, 4KCaSCTiV, CrMn, FeCO, Ni, CuZn, Ga, Geas, SCBRKR, 3A, 4A, 5A, 6A, 7A, 8A, HEBCNOFNE, ALSIPSCLAR, 5 RBSR, YZR, NB, MB, TC, RU, RH, PD, AG, CD, IN, SN, SB, TE, LXC, 6 CS, BA, LS, HF, TA, W, RE, OS, LR, PT, AU, HG, TL, BB, BI, PO, AT, RN, 7 FR, RA, AC, CE, PR, ND, PM, SM, EU, GD, TB, DY, HO, ER, TM, VB, LU, TH, PA, UNP, PU, AM, CM, BK, CT, ES, FM, MD, NO, LR. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഫിഗർ 2.4, the modern periodic table of the elements. നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ക്ഷമ ചോദിക്കണം. നമ്മൾ അത്ര പറഞ്ഞത് പോരാന്നാണ് തോന്നുന്നത്. എന്തായാലും ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും ഈ ഫിഗർ ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കണം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വായിച്ചേക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളതൊന്ന് ഓർത്ത് വയ്ക്കുക പറ്റാവുന്ന രീതിയിൽ തന്നെ. ഞാൻ വായിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് സൗകര്യം ഇത് വീഡിയോ തന്നെ ജസ്റ്റ് കാണിക്കുന്നതായിരിക്കും.
കാരണം നമ്മൾ പറഞ്ഞത് കുറെ കൂടി പെർഫെക്റ്റ് ആവരുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും പറഞ്ഞാൽ പോരാ. ഫിഗർ 2.4 ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഓഫ് ദ എലമെന്റ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ഓർഗനൈസേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. ഓർഗനൈസേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് 4 മണിക്ക് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 4 മണി ആവാറായി. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഓർഗനൈസേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ ഉണ്ട്, ഹൈഡ്രജൻ്റെ സെക്ഷനിൽ തന്നെ ഉള്ളത്. പിന്നെ ലിക്വിഡ് ഹൈഡ്രജൻ ആസ് റോക്കറ്റ് ഫ്യൂവൽ അടുത്ത ടോപ്പിക്ക്. ആറ്റോമിക് നമ്പർ വരുന്നുണ്ട്, ആറ്റോമിക് മാസ് നമ്പർ വരുന്നുണ്ട്, അയോണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ, മാനുഫാക്ചർ ഓഫ് ഹൈഡ്രജൻ, യൂസസ് ഓഫ് ഹൈഡ്രജൻ, കെമിക്കൽ ബോൺസ്, കെമിക്കൽ ബോണ്ടിങ്, ഹൈഡ്രജൻ ബോൺസ്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ കെമിസ്ട്രി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ റിലേറ്റഡായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതും മറക്കാതിരിക്കുക. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഇത്ര നേരം ക്ലാസ് എടുത്തൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പം നല്ലൊരു CSET എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSET എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്ന് നമ്മൾ രാത്രി വീഡിയോ എടുക്കാന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ CSETക്ക് ഉപകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു IAS കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.